വെൽക്കം ബാക്ക് ടു സൈലന്റ് ബാങ്ക്. അപ്പൊ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഡെയിലി ടൈം ടേബിളുമായിട്ട് ഞാൻ വരുവാ. 30 ദിവസങ്ങളെ ഇനി ഉള്ളൂ. അപ്പൊ ഈ 30 ദിവസങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, ഡെയിലി എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഞാൻ തരാം. അത് ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ഈ ഒരു സ്ട്രക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഒരു 6:30 എഴുന്നേക്കാൻ പ്ലാൻ ചെയ്യാം. ഞാൻ എപ്പോഴും പറഞ്ഞ 2 ടൈപ്പ് ഓഫ് കുട്ടികളുണ്ട്. രാത്രി നന്നായി പഠിച്ചിട്ട് രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുന്നവരുണ്ട്. രാവിലെ നേരത്തെ എണീറ്റ് നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറി ആണോ നിങ്ങൾ ആ കാറ്റഗറിയിൽ വെച്ചിട്ട് വേണം ഈ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ കുറച്ച് രാവിലെ എണീക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ രാവിലെ ഒരു 6:30 ആകുമ്പോൾ എഴുന്നേക്കാണ്. ഞാൻ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടൊന്ന് പഠിക്കും. സോ 6:30 ഞാൻ എഴുന്നേറ്റു. 6:30 മുതൽ 7 മണി വരെ ഞാൻ എണീറ്റ് എക്സസൈസ് ഒക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞാൻ എന്റെ മോർണിംഗ് റുട്ടീൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നു. കൃത്യം 7 മണിക്ക് ഞാൻ പഠിക്കരുത്. കാരണം എനിക്ക് 30 ദിവസമേ ഉള്ളൂ. ഞാൻ ഒരു ആസ്പിറന്റ് ആണെങ്കിൽ 30 ദിവസമേ ഉള്ളൂ ഇനി പരീക്ഷയ്ക്ക്. രാവിലെ തന്നെ എനിക്ക് എണീറ്റ് പഠിക്കണം. അപ്പൊ ഒട്ടും ലേറ്റ് ആക്കി എന്റെ ടൈമില്ല. 7 മണിക്ക് പഠിക്കാൻ തുടങ്ങി. 7 മുതൽ 9 മണി വരെ ഞാൻ കോണ്ടില്ല. എനിക്ക് ഏറ്റവും ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ടോപ്പിക്കും എനിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കും രണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. സോ ഞാൻ ആസ് എൻ ആസ്പിറന്റ് എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്, അത് എനിക്ക് ആൻസർ കിട്ടുന്ന ഒരു ടോപ്പിക് ആയിരിക്കും ആദ്യം ചെയ്യാം. എന്നാലും എനിക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നുള്ളൂ. ഒട്ടും കിട്ടാത്തൊരു ടോപ്പിക്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അയ്യോ എനിക്കിത് കിട്ടുന്നില്ലല്ലോ എന്നൊരു നെഗറ്റീവ് ഫീലിംഗ് വരാനും എനിക്ക് പെട്ടെന്ന് അത് ക്ലോസ് ചെയ്ത് വെക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് അറിയുന്ന ഒരു ടോപ്പിക് എടുത്ത് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് മാർക്ക് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് കറക്റ്റ് ആകുമ്പോൾ എനിക്കൊരു ഒരു എനർജി ബൂസ്റ്റ് ഉണ്ടാവും. സോ ഞാൻ പിന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് വരും. അങ്ങനെ 7 മുതൽ 9 മണി വരെ ഞാൻ കോണ്ട് പഠിക്കുകയും 9 മുതൽ 9:20 വരെ ഞാൻ ചെറിയൊരു 20 മിനിറ്റിന് ബ്രേക്ക് എടുക്കും. കാരണം എല്ലാവർക്കും ഒറ്റ സ്ട്രെച്ചിന് പഠിച്ചു പോകാൻ പറ്റത്തില്ല. വി ഓൾ നീഡ് എ സ്മോൾ ബ്രേക്ക്. അപ്പൊ നിങ്ങളൊരു ചെറിയ ബ്രേക്ക് എടുക്കുക, ഒന്ന് നടക്കുക. ആ സമയം ഫോണിൽ കുത്തി ഇരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് എണീറ്റ് നടക്കുക, ഒരിച്ചിരി വെള്ളം കുടിക്കുക, വീട്ടിലാരുടെയും സംസാരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഗോ ഫോർ എ വാക്ക്, കുറച്ച് നേരം അല്ലെങ്കിൽ വെറുതെ ഇരിക്കുക, ഒരു ബ്രേക്ക് എടുക്കുക. ദെൻ എഗെയിൻ 9:20 to 11:20 അടുത്ത ഒരു 1 hour റീസണിങ്ങിന് വേണ്ടി കൊടുക്കുക. റീസണിങ്ങിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടോപ്പിക് ഇപ്പൊ നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത്, നിങ്ങൾ ഡിഫിക്കൽട്ട് ടോപ്പിക് ആദ്യം പഠിക്കുന്നു, അതിനുശേഷം ഈസി ആണെങ്കിൽ അങ്ങനെ, ഈസി ടോപ്പിക് ആദ്യം നോക്കുന്നു, അതിനുശേഷം ഡിഫിക്കൽട്ട് ആണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. അതിനുശേഷം 11:20 മുതൽ 12 ഞാൻ അവിടെ ഒരു ഗ്യാപ്പ് എടുത്തിട്ടില്ല. ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ ഇരിക്കുകയാണ്. കാരണം റീസണിങ് ഇംഗ്ലീഷും അത്യാവശ്യം കണ്ടിന്യൂസ്ലി ഇരുന്നാൽ ഒരൊറ്റ സുഖത്തിൽ അങ്ങ് പോകുന്ന 2 ടോപ്പിക്കുകളാണ്. ഞാൻ പിന്നെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ടിരുന്നു. 12 മണിയാവുമ്പോഴത്തേക്കും ലഞ്ച് ടൈം ആയി. ഞാൻ 12 മണി തൊട്ട് 1 മണിയുടെ ഇടയിലായിരിക്കും ലഞ്ച് കഴിക്കുക. 12:30 1 മണിക്കൂർ ലഞ്ച് കഴിക്കുക ഇല്ല. ആ ടൈമിൽ കുറച്ച് റെസ്റ്റ് എടുത്ത് ലഞ്ചൊക്കെ കഴിച്ച് ഒന്ന് സെറ്റ് ആയിരിക്കാനുള്ള ടൈമാണ്. 1 മണി തൊട്ട് 2 മണി വരെ ഇച്ചിരി ഉറക്കം വരുന്ന സമയമാണ്. അപ്പൊ ഉറക്കം വരുന്ന സമയത്ത് നമുക്ക് കോണ്ടും റീസണിങ്ങും ഇംഗ്ലീഷും ഒക്കെ ചെയ്യുന്ന ബുദ്ധിമുട്ട് വൊക്കാബുലറി പഠിക്കാം, അതായത് നടന്നു പഠിക്കുക. അപ്പം എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ നടന്നു പഠിക്കാറാന്ന് പറയും. അത് ഞാൻ വാക്കുകൾ വായിച്ച് മീനിങ്സ് വായിച്ച് ഞാൻ എപ്പോഴും വിഷ്വലൈസ് ചെയ്യും. ചില വാക്കുകൾ പഠിക്കുമ്പോൾ അതിന്റെ മീനിങ് ഞാൻ എന്തെങ്കിലും എനിക്ക് അറിയുന്ന അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന പോലത്തെ വിഷ്വൽസുമായിട്ട് കണക്ട് ചെയ്തൊക്കെ പഠിക്കും. അപ്പൊ ആ ഒരു ടൈമിൽ എനിക്ക് ഉറക്കം കുറവായിരിക്കും. ഞാൻ ഉറങ്ങില്ല. കാരണം കൂടുതൽ ഞാൻ ബ്രെയിൻ യൂസ് ചെയ്യാം വിഷ്വലൈസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ 1 to 2 എന്ത് ചെയ്യും, വൊക്കാബുലറിക്ക് കൊടുക്കും. ആൻഡ് 2 to 4 എനിക്ക് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും. അതിപ്പോ കോണ്ടോ റീസണിങ്ങോ ഇംഗ്ലീഷിലോ ഏറ്റവും കൂടുതൽ എനിക്ക് മാർക്ക് നെഗറ്റീവ് ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയ ഏതാണോ, അതിപ്പോ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, കോണ്ടാണെങ്കിൽ കോണ്ട്, റീസണിങ് ആണെങ്കിൽ റീസണിങ്, അതിന് വേണ്ടി കൂടുതൽ ഫോക്കസ് ഞാൻ 2 തൊട്ട് 4 വരെ കൊടുക്കും. കൂടുതൽ ടൈം അതിൽ സ്പെൻഡ് ചെയ്ത് എന്തുകൊണ്ട് നെഗറ്റീവ് വരുന്നു എന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് കൂടുതലും ഞാൻ അതിന് കൊടുക്കും. ദെൻ 4 to 4:30 വീണ്ടും ഞാനൊരു ബ്രേക്ക് എടുക്കും. ഫോർ എക്സാമ്പിൾ ഒരു ടീ ബ്രേക്ക് എടുക്കും. ഞാനൊരു ചായ കുടിക്കും, കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കും, ഒന്ന് നടക്കും, ചിലപ്പോൾ പറ്റുമെങ്കിൽ ഇച്ചിരി പാട്ട് കേൾക്കും, എന്തെങ്കിലും ചെയ്യും. ദെൻ 4 വരെ മുതൽ 5 വരെ ഞാൻ കുറച്ച് PYQs എടുക്കും. അതായത് സെക്ഷണൽ എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇല്ല. ബേസിക്കലി നമുക്ക് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, MBQ എന്ന് പറയും. അപ്പൊ MBQ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ബേസിക്കലി സെക്ഷണൽസ് എടുക്കാനായിട്ട് നോക്കാം. അതാണ് ഞാൻ ഇവിടെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടേക്കണം എനിക്ക് എഴുതാൻ വേണ്ടി. സെക്ഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് സെക്ഷണൽ ടോപ്പിക്സ് അങ്ങനെ പറയാം. സെക്ഷണൽ ആയിട്ടുള്ള എക്സാം സെക്ഷണൽ മോക്കുകൾ എടുക്കാനായിട്ട് നോക്കുക ആ ഒരു ടൈമില്. അതിനുശേഷം 5:30 മുതൽ 6 വരെ ഞാൻ എടുത്ത മോക്കുകൾ, സെക്ഷണൽ മോക്കുകളൊക്കെ ഞാൻ അനലൈസ് ചെയ്യും. എനിക്ക് എങ്ങനെ തെറ്റ് പറ്റി, എന്താണ് പ്രശ്നം ഉണ്ടായതൊക്കെ ഞാൻ ആ ഒരു ടൈമിൽ നോക്കും. ആൻഡ് 7 to 8 വീണ്ടും ഒരു 1 hour ഞാൻ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് വീട്ടുകാരുടെ ഒക്കെ ഒന്ന് സംസാരിച്ചു. ബിക്കോസ് നമ്മളൊരു മുറി തന്നെ ഇരുന്ന് പഠിക്കാം എന്ന് വിചാരിച്ചാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിളി പോകുന്ന അവസ്ഥയാണ്. സോ പുറത്തോട്ട് ഇറങ്ങുക, വീട്ടുകാരുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സംസാരിക്കുക, ഒന്ന് നമ്മളെ തന്നെ ഒന്ന് സോഷ്യലൈസ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എനർജി വരും. സോ 7 to 8 കഴിഞ്ഞു. ഇനി 8 to 9:30 എഗെയിൻ സെക്ഷണൽ അല്ലെങ്കിൽ ഒരു ഫുൾ ലെങ്ത്, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 4:30 to 5:30 ഫുൾ ലെങ്ത് എടുക്കാം, 8 to 9:30 സെക്ഷണൽ എടുക്കാം, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും സൗകര്യം പോലെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് അനലൈസ് ചെയ്തിട്ട് 10 മണിയോടുകൂടി, ഇപ്പൊ 9 ആകുമ്പോൾ നിങ്ങൾ സെക്ഷൽ ടെസ്റ്റ് കഴിഞ്ഞു, പിന്നെ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ്സ് ഉണ്ട്. ആ 30 മിനിറ്റ്സിൽ നിങ്ങളൊന്ന് ഓടിച്ചൊന്ന് നിങ്ങളുടെ എററും കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. ദെൻ
10 മണിയോടുകൂടി ഉറങ്ങുക. ഇതാണ് ഒരു കുഞ്ഞു പ്ലാൻ. ഈ പ്ലാനിൽ ഞാൻ സാറ്റർഡേ സൺഡേ ഉൾപ്പെടുത്തിയിട്ടില്ല. സാറ്റർഡേ സൺഡേ നിങ്ങൾ എടുക്കുന്ന ഫുൾ ലെങ്ത്തിന്റെ മോക്കിന്റെ ഒക്കെ അനാലിസിസ് ചെയ്യാനും പിന്നെന്താ റിവിഷൻ ചെയ്യാനുള്ള ദിവസമായിട്ട് നിങ്ങൾ കൂട്ടിപ്പോകണം സാറ്റർഡേ സൺഡേ. മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യണം, ഡെയിലി ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ സ്ട്രാറ്റജിയും ഈ ഒരു ഡെയിലി സ്കെഡ്യൂളും കൂടെ നിങ്ങൾ നിങ്ങളുടെ രീതിയിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 30 ദിവസം മതി ഇതുവരെ പഠിച്ച് കഷ്ടപ്പെട്ട ഒരാൾക്ക് SBI PO പ്രിലിംസ് ക്രാക്ക് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി വീണ്ടും ഒരു വീഡിയോയിൽ നിങ്ങളെ കാണുന്നവരെ ടാറ്റാ ബൈ ടേക്ക് കെയർ. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഉറപ്പായിട്ടും ഇത്തവണത്തെ പ്രിലിംസ് നമ്മൾ ഒരുമിച്ച് തന്നെ ക്രാക്ക് ചെയ്യും.